നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പാർക്കിൻ്റെ പണി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ എന്താ പറയുക ഓരോ പണികൾ നടക്കേണ്ട സ്ഥലത്ത് കുറച്ച് ചേമ്പും അതുപോലെ മഞ്ഞൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ തട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറയുക ചേമ്പൊക്കെ നമ്മളിതാ കൊത്തി കളച്ച് എല്ലാ കടയിലും കേട്ടോ ആ പണി നടക്കണം. അവിടെ കുറച്ച് കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഉള്ളതായിട്ട് അത് പറിച്ചൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ അവർ പറമ്പിൽ പോകാൻ അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ ടൈസനും പേളി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആ പറമ്പിലേക്ക് കിടക്കുമ്പോൾ പുതിയൊരു പന്തലും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ആ കോവയ്ക്ക്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ ബീട്രൂട്ട് കുറച്ച് നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നട്ടു കൊടുത്തു. പിന്നെ അതുപോലെ നനച്ചു വിട്ടു. നനയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ തൈ കുഞ്ഞ് തയ്യല്ലേ, അപ്പോൾ ഗ്ലാസ് കൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാട്ടോ നനച്ചത്. പിന്നെ എനിക്ക് കുറച്ച് കൂർക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ചൊക്കെ എടുത്തു കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിക്ക് വളരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടു. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതിനുശേഷം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കും കേട്ടോ. കാരണം നമ്മൾ പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ നോക്കി അവരിയ്ക്കും. അതിനുശേഷം അവരുടെ അടുത്തേക്ക് ഇരുന്ന് പിന്നെ കുറച്ച് നേരം എൻ്റെ മക്കൾ കിടന്നുറങ്ങിയോട്ടെ എന്ന് പറഞ്ഞാൽ അവർ റെഡിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കുളിക്കും കഴിഞ്ഞ് അടുക്കളയിൽ കയറി നമ്മുടെ ചേമ്പ് കൊണ്ടൊരു കറിയും അതേപോലെ തന്നെ കൂർക്കൊണ്ടൊരു മെഴുക്കുപൊട്ടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുട്ടിപ്പട്ടാളങ്ങളുടെ പണിയുടെ അവിടെ. അപ്പോൾ അതൊക്കെ മഞ്ഞളൊക്കെ കഴുകി ഉണക്കാനിട്ടു. അപ്പോൾ ഇവിടെ കുറേശ്ശെ ഭാഗങ്ങൾ പണി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ച് കൂടുതൽ പണി തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ആ യൂണിക് ഫാമിലി 2.0 ഒരു കറി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കൂർക്കിൻ ചാള തന്നെയാട്ടോ ഞാൻ അതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത